വരാം. ഫിലിപ്പിയ ലേഖന പഠനമാണ് നമ്മൾ ഈ ചില ആഴ്ചകളായി ബൈബിൾ സ്റ്റഡിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമഗ്രമായ അല്ലെങ്കിലും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ അസ് വി ആർ ട്രൈങ് ടു ലേൺ ഫ്രം ദി ബുക്ക് ഓഫ് എപ്പിസ്റ്റിൽ ടു ദി ഫിലിപ്പിയൻസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു അനലൈസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപഗ്രഥനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഈ ലേഖനത്തിലെ മേജർ തീംസ് ആണ്. ഈ ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ 4 പ്രധാന വിഷയങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 4 മേജർ തീംസ് ഇൻ ദി എപ്പിസ്റ്റിൽ നമുക്ക് ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒടുവിലത്തെ സമയത്ത് നമ്മൾ ചിന്തിച്ചത് സുവിശേഷീകരണത്തിൽ ഫിലിപ്പിയ സഭ കാണിക്കുന്ന കൂട്ടായ്മയെക്കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. ലേഖനത്തിലെ അതിപ്രധാനമായ വിഷയങ്ങളിൽ ഒന്ന് അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിലെ കൂട്ടായ്മ. ഒന്നാമത്തെ ലേഖന വിഷയം പ്രധാന വൺ ഓഫ് ദി മേജർ തീംസ് ഓഫ് ദി എപ്പിസ്റ്റിൽ ടു ദ ഫിലിപ്പിയൻസ് ഈസ് ദി പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഗോസ്പൽ. സുവിശേഷത്തിലെ കൂട്ടായ്മ അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൽ ഇവാഞ്ചലൈസേഷനിലെ കൂട്ടായ്മ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതുപോലെ ഫിലിപ്പിയ സഭ അതിൻ്റെ ആരംഭകാലം തുടങ്ങി പൗലോസ് പോയിടത്തെല്ലാം തൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചുകൊണ്ട് സുവിശേഷത്തിൽ പങ്കാളികളായി എന്ന് നാം വായിക്കുന്നു. പൗലോസിനാൽ ഉരുവായ പൗലോസിൻ്റെ വലിയൊരു കർത്താവിന് വേണ്ടിയുള്ള ഉപദ്രവം സഹിച്ചുള്ള ത്യാഗത്തിൻ്റെ പരിണിത ഫലമായി ഉരുവായ ഫിലിപ്പിയ സഭ അതിൻ്റെ തുടക്ക സമയം മുതൽ പൗലോസ് അപ്പോസ്തലനോട് അവരുടെ കൂട്ടായ്മ സാമ്പത്തികമായും വ്യക്തിപരമായും അദ്ദേഹം ആയിരുന്നിടത്തേക്ക് തങ്ങളുടെ സഭയിൽ നിന്ന് പ്രതിനിധിയെ അയച്ചുമൊക്കെ അവര് കാണിക്കുവാനിടയായി. ആ വാക്കുകൾ ഒന്നുകൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ഫിലിപ്പിയ സഭ ആരംഭകാലം തുടങ്ങി പൗലോസ് പോയിടത്തൊക്കെ അവരുടെ സമ്പത്ത് അതുപോലെ അവരുടെ സഭാ പ്രതിനിധിയെ ഒക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയച്ച് സുവിശേഷത്തിന്റെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂടാതെ ഇത്രയും ചെയ്യുന്ന ഒരു സഭ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കാതിരിക്കുമോ? നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോ പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനത്തോട് സഭ കാണിച്ച കൂട്ടായ്മയാണ്, സുവിശേഷീകരണത്തോട് കാണിച്ച കൂട്ടായ്മയാണ് ഈ ലേഖനത്തിലെ ഒന്നാമത്തെ പ്രധാന വിഷയമായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സുവിശേഷത്തിനായുള്ള പ്രവൃത്തിയിൽ ഒരു പ്രസംഗകനെ പുതിയ നിയമസഭ ഒരു മോഡൽ ചർച്ചായിട്ട് ഫിലിപ്പിയ സഭയെ നമ്മൾ എടുത്താൽ ഈ സഭ എങ്ങനെയാണ് പിന്തുണച്ചു എന്നത് ഇന്നത്തെ ആധുനിക സഭകൾക്ക് അല്ലെങ്കിൽ നാം കൂട്ടായ്മ ആചരിക്കുന്ന, നമുക്ക് കർത്താവ് ഈ ദേശത്ത് കൂട്ടായ്മ ആചരിക്കാൻ നമ്മെ ആക്കിയിരിക്കുന്ന പ്രാദേശിക സഭയ്ക്കുൾപ്പെടെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നല്ല കാര്യമാണ് ഈ സുവിശേഷത്തിനായുള്ള പ്രവൃത്തിയിൽ പുതിയ നിയമസഭ പിന്തുണച്ചതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Let us take it an example how the Philippian church supported Apostle Paul and let us adopt it to the relevant context. അതിനായിട്ട് ദൈവം നമ്മെ കൃപ തന്ന് സഹായിക്കുമാറാകട്ടെ. എന്തൊക്കെ അവർ ചെയ്തത് നമുക്ക് നോക്കാം. ഒന്ന്, ഇവിടെ കാണുന്നത് പോലെ പൗലോസ് കൊരിന്തിയിലായിരിക്കുമ്പോൾ തന്നെ സഹായിക്കുന്നതിൽ അവർ മറ്റു സഭയുമായി സഹകരിച്ചു. കൊരിന്ത്യയിൽ പൗലോസ് അപ്പോസ്തലൻ ചെല്ലുമ്പോഴേക്കും അവിടെ അദ്ദേഹത്തിന് ഒരു പുതിയ സ്ഥലമാണ്. അവിടെ കാര്യമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് സമയമെടുത്തു. എന്നാൽ അതുവരെ ഈ സഭ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 2 Corinthians 11 verses 7 to 9. നോക്കൂ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? കൊരിന്ത്യ സഭയുടെ ആദ്യ കാലഘട്ടത്തിലെ
വിഷയമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സഭ ഉണ്ടാകാൻ അപ്പോസ്തലനായ പൗലോസ് ഒരു മിഷണറിയായി, ഒരു അപ്പോസ്റ്റിലായി. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്റ്റിൽ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ദ വൺ ഹൂ ഈസ് സെന്റ്, അയക്കപ്പെട്ടവൻ. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുവിനെ ആരാ അയച്ചത്? പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആമേൻ. ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ദൈവമാണ് ചെയ്തത്. പിതാവായ ദൈവം. ഗോഡ് ഈസ് എ മിഷണറി ഗോഡ്. He has only one son, only begotten son, and he sent that only begotten son as a missionary to the world. അവൻ എന്ന് പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോ ദൈവം തന്നെ വലിയൊരു മിഷണറിയാണ്. തൻ്റെ ഒരേ ഒരു പുത്രനെ ലോകത്തിലേക്ക് മിഷണറി ആയിട്ട് അയച്ചു. എബ്രായ ലേഖനം പറയുന്നു, നാം സ്വീകരിച്ചു പറയുന്ന ദി അപ്പോസ്റ്റൽ ഹൂം വി കൺഫെസ്. ആമേൻ. നാം സ്വീകരിച്ചു പറയുന്ന, നാം ഏറ്റുപറയുന്ന അപ്പോസ്തലൻ, ആമേൻ, എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ ഏറ്റവും വലിയ അപ്പോസ്തലൻ യേശുക്രിസ്തുവാണ്. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ചിലരെ പ്രത്യേകം വേർതിരിച്ചിട്ട് അവർക്ക് അപ്പോസ്തലൻ എന്ന് പേര് വിളിച്ചു, അപ്പോസ്തലന്മാർ എന്ന് പേര് വിളിച്ചു. എല്ലാരെയും അല്ല, ചിലരെ പ്രത്യേകം വേർതിരിച്ച് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് വിളിച്ചത് യേശുവിന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ കർത്താവ് പലയിടങ്ങളിലേക്കും അയക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ ചെല്ലുവിനെന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ഈ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാരെ കൂടാതെ അപ്പോസ്തലിക ശുശ്രൂഷയോടുകൂടെ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അവരെയും അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, മറ്റ് അപ്പോസ്തലന്മാരെ നമുക്ക് പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലും അപ്പോസ്തലപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെയും അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അപ്പോസ്തലന്മാരുടെ പ്രധാന ശുശ്രൂഷ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ, എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന എന്നെ പോലെ ഒരിടത്ത് തന്നെ അടങ്ങിക്കൂടി ഇരിക്കാതെ പലയിടങ്ങളിലേക്ക് സഞ്ചരിച്ച് പ്രത്യേകിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ ഒരു ആദ്യ വിത്ത് പാകുക. പ്രൈസ് ദി ലോർഡ്. ഒരു ഇനിഷ്യൽ സോയിങ് ഓഫ് ദ സീഡ്, അല്ലെ? ആദ്യത്തെ വിത്ത് വിതയ്ക്കുക. സുവിശേഷത്തിന്റെ പ്രാഥമിക വിത്ത് വിതയ്ക്കാൻ, പ്രൈമറി സ്റ്റെപ്പ് ഒരു ദേശത്ത് സുവിശേഷത്തിന് വേണ്ടി, സഭയുണ്ടാകാൻ വേണ്ടി അയക്കപ്പെടുക, അല്ലെങ്കിൽ അതാണ് അവരുടെ പ്രധാനമായ ദൗത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ അപ്പോസ്തലന്മാരിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൃപാവരങ്ങളൊന്നും ഇന്ന് നിന്നുപോയിട്ടില്ല. ആത്മാവിന്റെ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ കർത്താവ് വരുവോളം നമ്മോടുകൂടെ, സഭയോടുകൂടെ ആയിരിക്കാൻ വേണ്ടി നൽകിയപ്പോൾ പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങളെ ഒന്നാം നൂറ്റാണ്ടിൽ, ആദ്യ നൂറ്റാണ്ടിൽ സഭയിൽ ഓപ്പറേറ്റ് ചെയ്തത്. ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ വിട്ടുപോയിട്ടില്ല. സഭയിലുണ്ട്. സഭയെ കൃപാവരങ്ങളോടുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൃപാവരങ്ങളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വയപ്രശസ്തിക്ക് വേണ്ടി, ഒരു ലാഭേച്ഛയോടുകൂടെ ബിസിനസ്സായിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അപമര്യാദയായ കാര്യം എല്ലാ കാലത്തും ഉണ്ട്. ഇക്കാലത്തും അത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം അങ്ങനെ കാണിക്കുന്നവരുള്ളത് കൊണ്ട് ശരിക്കും കൃപാവരങ്ങൾ പരിജ്ഞാനത്തോടെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ ഇല്ല എന്നല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ ഈ കള്ളനാണയം ഉണ്ടാകുന്നത്? കള്ളനോട്ട് എപ്പോഴാ ഉണ്ടാകുന്നത്? ഒറിജിനൽ നോട്ട് ഉള്ളത് കൊണ്ടാണ് കള്ളനോട്ട് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപാവരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ദൈവവും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരിലൂടെ അസാധാരണ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വീര്യപ്രവർത്തികൾ, മൈറ്റി വർക്ക്സ് പരിശുദ്ധാത്മാവ് ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെന്തിനു വേണ്ടിയായിരുന്നു? പ്രധാനമായും സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം വ്യാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോസ്തലന്മാരുടെ പ്രധാന ശുശ്രൂഷ അതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇനിഷ്യലി പോയിടങ്ങളിൽ അദ്ദേഹത്തിന് ചെന്ന ഉടനെ അവിടെ നിന്ന്
മിഷന് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്തോത്ര കാഴ്ച കൊടുക്കാനും, ദൈവദാസൻ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, ഇന്ന് ഞങ്ങളിവിടെ പാർത്ത് ഒരു മാസം ഞങ്ങളുടെ ചെലവെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്യാനോ ഒന്നും തുടക്ക സമയത്ത് ഒരു പ്രദേശത്ത് കാണത്തില്ല. ഇന്നത്തെ പോലെയും അല്ലല്ലോ. അന്ന് വളരെ പ്രയാസമുള്ള യാത്രാ സഞ്ചാര മാധ്യമങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ആ സമയത്ത് ഇത് അറിഞ്ഞ് ഫിലിപ്പ്യ സഭ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയിലായിരിക്കുമ്പോൾ സഹായിച്ചതിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 11-ന്റെ 8-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. അത് കൊരിന്ത്യ സഭയോടുള്ള ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അവരെ ഒന്ന് എന്തോ പറയുക, അവരെ ഒന്ന് ശാസിക്കുന്ന ഒരു രംഗമായതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ നമ്മുടെ ഭാഗം മാത്രം നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ, നമ്മുടെ വിഷയത്തോട് ബന്ധത്തിൽ മാത്രം നമ്മൾ എടുക്കുക. പൗലോസ് പറയണം, മറ്റു സഭകളിൽ നിന്ന് എനിക്ക് ശുശ്രൂഷയ്ക്ക് സഹായം ഞാൻ അവരോട് വാങ്ങി. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ടു തീർത്തത്. നോക്കൂ, ഈ മക്കദോന്യയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? നമുക്കറിയാം, മാസിഡോണിയൻ കോള്, മാസിഡോണിയൻ വിഷൻ, മാസിഡോണിയൻ മാൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന സ്വപ്നം കണ്ടിട്ടാണ് പൗലോസ് ആദ്യമായി യൂറോപ്പിലെ ഫിലിപ്പിയിൽ പോയി സുവിശേഷം അറിയിക്കുക, അവിടെ സഭ ഉരുവാകുകയും ചെയ്തത്. മക്കദോനിയ. പ്രൈസ് ദി ലോർഡ്. സോ the churches in Macedonia sent the brothers to Apostle Paul while he was in Corinth with a good contribution, financial contribution, to do the ministry without struggle. Praise the Lord. ഇതൊരു നല്ല മാതൃകയാണ് അല്ലെ? ഹല്ലേലൂയ. നമുക്കിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് സാമ്പത്തികം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. എങ്കിലും നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. 2, അങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്നത് ഇരിക്കട്ടെ, ഇവിടെ ചെയ്തത് അവര് സഹോദരന്മാരെ പൗലോസിന്റെ അടുക്കലേക്ക് അയച്ചു. They sent the brothers from the church to Apostle Paul. എന്ത് നല്ലൊരു മാതൃകയാണ് അല്ലെ? ഹല്ലേലൂയ. കഴിയുമെങ്കിൽ നമ്മൾ പിന്തുണയ്ക്കുന്ന, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ നിങ്ങൾ മാസം തോറും സഹായിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആനുവലി സഹായിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ മിഷൻ ഫീൽഡിലായിരിക്കുന്നവർക്ക് അവരുടെ പ്രത്യേകമായ നീഡ് വരുന്ന സമയത്ത്, ഇപ്പോ മിഷൻ പ്രവർത്തന സ്ഥലത്തൊക്കെ ആയിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പൊ ജൂൺ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പോ ദൈവദാസന്മാര് അവരുടെ ചിലപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മക്കൾക്ക്, ആ ഗ്രാമത്തിലെ സഭകളിലെ കുഞ്ഞുങ്ങൾക്ക്, അവർക്കൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ആനുവലി ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഒരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ചെന്ന് അവരെ കണ്ട് അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അതവർക്ക് ധൈര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ സാഹചര്യം കൂടുതൽ മനസ്സിലാക്കാനും, കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തത് എത്രത്തോളം അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ, കുറച്ചുകൂടി ആത്മഭാരത്തോടെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും, കൂടുതൽ സഹായഹരം നീട്ടാനും ഒക്കെ അത് മുഖാന്തരമായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോൾ ഈ സഭ കാണിച്ച മാതൃക, ഈ വൺ ഓഫ് ദി മാസിഡോണിയൻ ചർച്ചായ ഈ ഫിലിപ്പ്യ സഭ കാണിച്ച മാതൃക നമുക്ക് ഈ കാര്യത്തിൽ പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരു മനോഹരമായ മാതൃകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ ചെയ്തത്? ഈ മാസിഡോണിയൻ ചർച്ചസ്, അതുപോലെ പ്രത്യേകിച്ച് ഫിലിപ്പ്യ സഭ, അതിലെ ഓരോ അംഗങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഓരോ സഭയും അത് സഹായിക്കുന്ന പ്രസംഗകനെ, ഫോർ എക്സാമ്പിൾ അപ്പോസ്റ്റൽ പോൾ, പൗലോസ് അപ്പോസ്തലനെ മാത്രം സഹായിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. അക്കാലഘട്ടത്തിൽ ഒത്തിരി തിമോത്തിയോസിനെ പോലെ, തീത്തോസിനെ പോലെ, അതുപോലെ പലയിടങ്ങളിലേക്കും പോയിട്ടുള്ള ശീലാസിനെ പോലെ, ബർണബാസിനെ പോലെ ഒക്കെ പലയിടങ്ങളിലും പോയി പ്രവർത്തിക്കുന്ന സുവിശേഷകന്മാരുണ്ടായിരുന്നു, മിഷണറിമാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിൽ വ്യക്തത ഇല്ലെങ്കിലും നമ്മുടെ പാരമ്പര്യം പറയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ തോമസ് വന്നു എന്നും, തോമസ് അല്ല, ബർത്തലോമായി ആണ് വന്നത് എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക്, പല കോണ്ടിനെന്റ്സിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിച്ചവരെ സഭ എന്ത് ചെയ്തു? ആരെയാ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് അതാരാന്ന് ഐഡന്റിഫൈ ചെയ്തു, അത് തിരിച്ചറിഞ്ഞു.
എന്നിട്ട് നേരിട്ട് അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തു. മീഡിയേറ്റേഴ്സിന്റെ കൈവശം അല്ലാതെ സഹായം എത്തിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് മീഡിയേറ്റേഴ്സ് വഴി കൊടുക്കാനേ സൗകര്യം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ കൺവീനിയൻസ് ആണ്. അതിന്റെ കാരണം നമുക്ക് സമയമില്ല എന്നുള്ളതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ഇൻവോൾവ് ആകാൻ തയ്യാറാണെങ്കിൽ, ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പകരം നമ്മള് ടിവിയില്, ചാനലില്, യൂട്യൂബില്, പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഞങ്ങളുടെ കൂടെ 500 പേര് പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ മാസവും ഒരു കോൺട്രിബ്യൂഷൻ അയച്ചു തരണം എന്ന് പറഞ്ഞത് കാണുമ്പോൾ നമുക്കൊരു ധാർമ്മിക ബോധം ഉള്ളിലുണ്ട്. എനിക്ക് കിട്ടുന്ന ദൈവം തരുന്ന നന്മയിൽ നിന്നൊരു ഓഹരി ദൈവവേലയ്ക്ക് വേണ്ടി ചെലവിടണമെന്നുള്ള ഒരു ധാർമ്മിക ബോധം ഉള്ളതുകൊണ്ട് ഈസി വേ, ടി വിയിൽ കണ്ടു, സ്ക്രീനിൽ കണ്ടു, നമ്മൾ അക്കൗണ്ട് നമ്പറിലേക്ക് നേരെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് പറയും, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്, ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത്, വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഈ അയച്ച ആളെ എന്നെയും അവരും അറിയണ്ട എന്ന് പറയും നമ്മൾ അയക്കുക. അതൊക്കെ നല്ല കാര്യമാണ്, ഞാനൊന്നും മോശമെന്നല്ല പറയുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അയക്കുന്നത് ഒരു പുതിയ പ്രവർത്തന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസന് മാസവാടക കൊടുക്കാനായിരിക്കാം, ഹല്ലേലൂയ, വീട് വാടക കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചർച്ചിന് ഷെൽട്ടർ പണിയാനായിരിക്കാം, ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ചിലപ്പോ ഇത് പ്രോപ്പറായി വേണ്ട വിധത്തിൽ എത്തിയെന്ന് വരത്തില്ല, ഹല്ലേലൂയ. ഒത്തിരി ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിലേക്കൊന്നും കടന്ന് നമ്മുടെ പല്ല് കുത്തി നമ്മൾ തന്നെ മാറ്റിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് കടക്കാതെ പ്രൈസ് ദി ലോർഡ് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ നേരിട്ട് സഹായം എത്തിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു സ്പോൺസറിങ് സഭ എന്ന സംവിധാനമല്ല, സഹായിക്കുന്ന സഭയും അത് സ്വീകരിക്കുന്ന പ്രസംഗകനും തമ്മിൽ നേരിട്ടായിരുന്നു ബന്ധപ്പെട്ടത്. ഇവിടെ നമ്മൾ 2 കൊരിന്ത്യർ വായിച്ചു കേട്ടതുപോലെ ഫിലിപ്പ്യ സഭ കൊരിന്ത്യ സഭയ്ക്കല്ല, പൗലോസിന് നേരിട്ടാണ് സഹായം എത്തിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല പൗലോസ് അപ്പോസ്തലന് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാണുന്ന കൃതജ്ഞതയുടെ വാക്കുകൾ ദീർഘവർഷങ്ങളായി, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുന്നത് വരെയുള്ള വർഷങ്ങളിൽ തുടർമാനമായി അവർ നൽകുന്ന സഹായത്തെ, അതിനോട് കൃതജ്ഞത കാണിക്കുന്നതിൽ, നന്ദി കാണിക്കുന്നത്, there is no surprise that he is greeting them with a thankful heart because they were supporting him regularly throughout the previous years. ഒന്നാമത്തെ പ്രധാന വിഷയം നമ്മൾ കണ്ടു, സുവിശേഷീകരണത്തിലെ കൂട്ടായ്മ, ദ ഫെലോഷിപ്പ് ഓർ ദി പാർട്ട് ടേക്കിംഗ് ഇൻ ദി ഇവാഞ്ചലൈസേഷൻ. രണ്ടാമത് നമ്മൾ കാണുന്ന ഈ ലേഖനത്തിലെ പ്രധാന വിഷയം, ഒരുപക്ഷെ ഫിലിപ്പ്യ ലേഖനം എന്ന് കേൾക്കുമ്പോൾ ഒരു ദൈവവൈതൽ ചിന്തിക്കുന്ന ആദ്യത്തെ വാക്ക് റിജോയ്സ് എന്നുള്ളതായിരിക്കും. It might be the word rejoice coming to your mind if you are a good reader of the Bible, listening to the name epistle to the Philippians. Hallelujah, rejoice. അതങ്ങനെ ആയിരിക്കണം. Hallelujah, praise the Lord. ഫിലിപ്പ്യ ലേഖനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം റിജോയ്സ്. Hallelujah, ആമേൻ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മീറ്റിംഗിൽ പങ്കുചേരുന്നത് കൊണ്ട് ഞാനൊന്ന് ആമേൻ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, whenever you hear or whenever it comes to your mind about the epistle to the Philippians, just say rejoice, rejoice. Hallelujah, amen. Can you say to your daddy, mummy, to your sibling, rejoice? Hallelujah, praise the Lord, rejoice, amen. സന്തോഷിക്കുക, സന്തോഷം. Hallelujah. ക്രിസ്ത്യാനി ആയിരിക്കുന്നതിലെ സന്തോഷം, അതാണ് ഈ ലേഖനത്തിലെ രണ്ടാമത്തെ പ്രധാന തീമായിട്ട്, വിഷയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Praise the Lord. Joy to be a Christian. Joy in being a Christian. Hallelujah. ക്രിസ്ത്യാനി ആയിരിക്കുന്നതിലെ സന്തോഷം ലേഖനത്തിലെ രണ്ടാമത്തെ പ്രധാന വിഷയമാണ്. പക്ഷെ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാന വിഷയമെന്നും പറയേണ്ടതുണ്ട്. ഹാലലൂയ, റിജോയ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയമെന്നും പറയേണ്ടതുണ്ട്. ഹാലലൂയ. നോക്കൂ, ലേഖനത്തിന്റെ ആകത്തുക, ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഐ ആം ജോയ്ഫുൾ, യു ടു. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തിലാണോ? ആമേൻ. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നു? ഹല്ലേലൂയ, ആമേൻ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനും സന്തോഷിക്കുന്നു. എന്നാൽ ഇവിടെ തിരിച്ചാണ്, ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ സന്തോഷവാനായിരിക്കുന്നു, നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ, ആമേൻ.
പൗലോസ് അപ്പോസ്തലൻ എവിടെ ഇരുന്നാ ഇത് പറയുന്നത് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന്? കാരാഗൃഹത്തിൽ, വീട്ടുതടങ്കലിൽ, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ, ചങ്ങല പേറിക്കൊണ്ട് എന്നാ പറയുന്നത്, ബദ്ധനായിക്കൊണ്ട്, ബന്ധനസ്ഥനായിക്കൊണ്ട്. ഹീസ് ഇൻ ചെയിൻസ് അറ്റ് ദ മൊമെന്റ് when he was writing this epistle. Still he says, I am happy, I am joyful, and you too, praise the Lord. നിങ്ങളും സന്തോഷിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ ഈ അറ്റിറ്റ്യൂഡ്, ഈ മെന്റാലിറ്റി, ഹല്ലേലൂയ, അഡോപ്റ്റ് ചെയ്യാനായിട്ട് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ നമ്മൾ കാണുന്ന, ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ ജാതീയത്തിൽ കാണുന്ന ഫലത്തിലെ രണ്ടാമത്തെ ഫലം എന്താണ്? ജോയ്. പ്രൈസ് ദി ലോർഡ്. ലവ്, ജോയ്. ഫസ്റ്റ് വൺ ലവ്, then comes joy. ഹല്ലേലൂയ. അപ്പോ സന്തോഷം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലത്തിലൊന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദുഃഖിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സൈക്കിൾ നടന്നു പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, ഒരു കാർട്ടൂണിനോ മറ്റോ കണ്ടിട്ടുണ്ടാകും. നടന്നു പോകുന്ന കാലഘട്ടത്തിൽ സൈക്കിളിൽ പോകുന്ന ആളിനെ കണ്ടിട്ട് ഇഫ് ഐ വുഡ് ഹാവ് എ ബൈസിക്കിൾ എന്ന് ചിന്തിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറച്ച് നാൾ കഴിയുമ്പോൾ സൈക്കിൾ കിട്ടി, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്ന ആള് മോട്ടോർ ബൈക്കിൽ പോകുന്ന ആളിനെ നോക്കിയിട്ട് പറയുക, ആമേൻ, ഇഫ് ഐ ഹാഡ് എ മോട്ടോർ ബൈക്ക്, പ്രൈസ് ദി ലോർഡ്, എനിക്കൊരു മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ആമേൻ. മോട്ടോർ ബൈക്കിൽ പോകുന്ന ആള് മഴ പെയ്യുമ്പോ, കാറ്റടിക്കുമ്പോ കാറിൽ പോകുന്ന ആളിനെ നോക്കിയിട്ട് പറയുക, എനിക്ക് പണ്ടത്തെ പത്മിനിയോ, ഫിയറ്റ് പത്മിനിയോ എന്നൊക്കെ പറയുന്ന പോലെ, ആമേൻ, ഒരു കാറ്, തല്ലിപ്പൊളിയാണെങ്കിൽ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. കാറിൽ പോകുന്നയാള് അദ്ദേഹം പറയുക, ഈ കാറില് AC ഇല്ല, ഇതിന് പവർ ഇല്ല, ഇതിന് പുഷ് ബാക്ക് സീറ്റ് ഇല്ല, കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറ് പോകുന്നയാള്, വലിയ ബിസിനസ്സുകാരൊക്കെ ഹെലികോപ്റ്ററിൽ പോകുന്ന കേട്ടപ്പോ ആകാശത്തേക്കാണ് നോക്കണം. എനിക്കൊരു ഹെലികോപ്റ്റർ, സ്വന്തമായിട്ടൊരു എയർക്രാഫ്റ്റ്. ആമേൻ. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, ലോക മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എയറോപ്ലെയിൻ സ്വപ്നം കണ്ടാലേ കാറെങ്കിലും കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിവേ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ? ഹല്ലേലൂയ. Why can't we rejoice if God meets all our needs? If he provides for our needs, why can't we be happy? ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്ക് സന്തോഷിച്ചുകൂടാ? ഇനിയിപ്പോ ഡിന്നർ കഴിക്കാൻ സമയമാകുന്നേ ഉള്ളൂ. ചിലരൊക്കെ ചിലപ്പോൾ നേരത്തെ സപ്പർ കഴിച്ചു കാണും. ഹല്ലേലൂയ. എനിവേ, വയർ നിറച്ച് ആഹാരം കഴിച്ചോ? ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുദ്ധമായ വെള്ളം കുടിച്ചാൽ, ശുദ്ധവായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷിക്കൂ. അതില്ലാത്ത മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പീപ്പിൾ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന പുരക്കീഴിൽ താമസിക്കുന്ന, ഒരു ഷെൽട്ടറില്ലാത്ത ബില്യൺസ് ഓഫ് പീപ്പിൾ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. എക്സ്ട്രീം വെതറിൽ, കടുത്ത ചൂടിൽ, ഒരു കൂളറില്ലാതെ, ഒരു ഫാൻ പോലും ഇല്ലാതെ പ്രയാസത്തോടെ ആ ചൂട് സഹിച്ച് മല്ലിടുന്ന അനേകം ഈ ലോകത്തുണ്ട്. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. സന്തോഷിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കിട്ടാത്തതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ ഇതുവരെ ദൈവം തന്നതിന് നന്ദി പറഞ്ഞ് സന്തോഷിക്കുക. ഈ ലോകത്തിൽ നമുക്ക് വേറെ എന്താ കൂടുതൽ വേണ്ടത്? എന്തുണ്ടെങ്കിലും 10, 60, 70, ഇനി നിങ്ങൾ 100 പിടിച്ചോ, കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ടേച്ച് പോയല്ലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മണ്ണിലേക്ക് തിരികെ ചേരാനുള്ള ശരീരത്തിന് എന്തിനാ കൂടുതൽ സുഖം ഇവിടെ? ഈ മണ്ണിലേക്ക് തിരികെ ചേരാനുള്ള ശരീരത്തിന് എന്തിനാ ഇവിടെ കൂടുതൽ ആഗ്രഹങ്ങൾ? നമ്മുടെ ആഗ്രഹം യേശു മാത്രമായിരിക്കട്ടെ. കർത്താവിന്റെ സന്തോഷം നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ഓരോ സന്തോഷം പറയുന്നു, ഐ ആം ബീങ് ഹാപ്പി ആൻഡ് യു ടു ബി ഹാപ്പി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനത്തിൽ സന്തോഷം, സന്തോഷിക്കുക എന്നീ പദങ്ങൾ സർവ്വസാധാരണമായി നമുക്ക്, ഇറ്റ് ഈസ് എ കോമൺ വേർഡ്.
in this epistle that we see rejoice and be happy or joy. Praise the Lord. ഖാര എന്ന പദമാണ് സന്തോഷം എന്നുള്ളതിന്, ജോയ് എന്നതിന് ഈ ലേഖനത്തിൽ ഉപയോഗിച്ചത് ഖാര എന്ന പദമാണ്. അത് 5 പ്രാവശ്യം ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. റിജോയ്സ് എന്നുള്ളത് 11 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോ മിനിമം 11ഉം 5ഉം 16 പ്രാവശ്യം ഈ ഫിലിപ്പിയ ലേഖനത്തിൽ സന്തോഷമെന്നോ സന്തോഷിപ്പിൻ എന്നോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് in a chapter, how many times you can see the word joy or rejoice? Praise the Lord. 4 times in a chapter, right? Because there are 4 chapters in this epistle, and 16 times, minimum 16 times, we can see either joy or rejoice in this epistle. Hallelujah. അപ്പോൾ ഒരു ലേഖനം വായിക്കുമ്പോൾ കുറഞ്ഞത് 4 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഈ ലേഖനത്തിന്റെ ഓരോ അധ്യായം വായിക്കുമ്പോൾ കുറഞ്ഞത് 4 പ്രാവശ്യം നമ്മൾ കേൾക്കുകയാണ് ജോയ്, റിജോയ്സ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് കുറഞ്ഞത് 16 പ്രാവശ്യം നിങ്ങളും പറയണം ബി ജോയ്, റിജോയ്സ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പാടുപെട്ട് പേനയിൽ മഷി നിറച്ച് കുത്തിയിരുന്ന് എഴുതാൻ 16 പ്രാവശ്യം എഴുതിയെങ്കിൽ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയം നമുക്ക് 16 പ്രാവശ്യം പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഈ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹല്ലേലൂയ. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹിസ് പീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം ഈ ലേഖനത്തിൽ സന്തോഷത്തിന്റെ അടിസ്ഥാനമായി പറയുന്നത് തനിക്ക് സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടുമില്ല എങ്കിൽ സന്തോഷം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കൂ, സന്തോഷിക്കാൻ പല കാരണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്ന് നോക്കിയേ, നമുക്ക് രസകരമായി തോന്നും അല്ലേ? നോക്കാം. നമ്പർ 1, why he says I am being happy. Number 1, while I am in prison, it caused the prosperity of the gospel. It prospered the gospel. I am being in prison and that caused the prosperity of the gospel. 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. സന്തോഷിക്കാനുള്ള ഒരു കാരണം, നോക്കൂ, ഞാൻ ജയിലിലായി, അപ്പൊ ദുഃഖിക്കേണ്ടതാണ്, പക്ഷെ എനിക്ക് ദുഃഖമില്ല, സന്തോഷമാവുള്ളത്. എന്താ കാരണം? ഞാൻ ജയിലിലായതുകൊണ്ട് സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ലക്ഷ്യം എന്താ? എങ്ങനെയും സുവിശേഷം അറിയിക്കണം, എങ്ങനെയും സുവിശേഷം എത്തണം. അതിന് ഞാൻ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജയിലിലായി, ഒരുപക്ഷെ ഞാൻ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സുവിശേഷം വ്യാപിക്കുന്നതിന് കാരണമായി. അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ? ഐ ആം വെരി ഹാപ്പി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് സന്തോഷത്തിന്റെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത് ആമേൻ, പൗലോസ് അപ്പോസ്തലന് ആമേൻ സന്തോഷം ഉണ്ടാകാൻ മറ്റൊരു കാരണം, ചിലര് പൗലോസ് അപ്പോസ്തലനെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് അവിടെ സുവിശേഷീകരണം നടത്തുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണെന്ന് അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലന് വേദനയും വിഷമവും ഇടർച്ചയും ഉണ്ടാക്കണമെന്ന് വച്ച് ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതിലും എനിക്ക് സന്തോഷമാണ്. എനിക്കിട്ട് പണിയാനാണെങ്കിലും അവർ സുവിശേഷം അറിയിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഹാപ്പി. എനിക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അവരെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിമിത്തം അതിനുവേണ്ടി അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷമാണല്ലോ പ്രസംഗിക്കുന്നത്, ഐ ആം വെരി ഹാപ്പി. ഹല്ലേലൂയ. നോക്കൂ, തനിക്ക് ശത്രുക്കൾ പോലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചെയ്യുമ്പോഴും അതിന്റെ മറുഭാഗത്ത് സുവിശേഷം അഭിവൃദ്ധിപ്പെടുന്നു എന്ന് കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലന് സന്തോഷം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇനി പ്രൈസ് ദി ലോർഡ്. താൻ യാഗമാക്കപ്പെടുന്നെങ്കിൽ തന്നെയും തന്റെ ആ ത്യാഗങ്ങൾ ഫിലിപ്പിയിലുള്ളതുപോലെ വിശ്വസ്തർക്ക് വേണ്ടിയുള്ളതാണ്. അതൊരു സന്തോഷത്തിന്റെ കാരണമാണ്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ജയിലറയിലായിരിക്കുന്നു, എനിക്ക് ഒത്തിരി പ്രയാസമുണ്ട്, മാനസിക സംഘർഷങ്ങളുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമാണ്. എന്താ കാരണം എന്നറിയാവോ? ഞാൻ അനുഭവിക്കുന്ന ഈ ത്യാഗങ്ങൾ ഫിലിപ്പി സഭയിലുള്ളവരെ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ്, നിങ്ങളെപ്പോലെ വിശ്വസ്തരായ ചിലർക്ക് വേണ്ടിയാണ്. ആമേൻ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെ
സുവിശേഷീകരണത്തിൽ സഹായിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ത്യാഗങ്ങൾ സഹിക്കപ്പെടുന്നതിൽ, വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ അതിൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ നാം അനുഭവിക്കുന്ന ഈ ത്യാഗങ്ങളിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ആർക്കെങ്കിലും വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിച്ചാൽ അതിൽ വിഷമിക്കുകയല്ല വേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു, ഞാൻ ഇവരെ ഇങ്ങനെ സഹായിച്ചു, എന്നിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് എന്നൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം അതാണ്. അതിന് വേണ്ടിയാണ് കർത്താവിനെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ത്യാഗം സഹിക്കാൻ ലഭിക്കുന്നത് ഒരു അവസരമാണല്ലോ എന്നോർത്ത് അവൻ സന്തോഷിക്കുക. ഹല്ലേലൂയ. പിന്നെ ആമേൻ 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്റെ സന്തോഷത്തിന് കാരണമായി ആമേൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കർത്താവ് അടുത്തിരിക്കുന്നു എന്ന പദം, ഗോഡ് ഈസ് നിയർ എന്നുള്ളത്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് മലയാളത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. രണ്ട് രീതിയിലും അത് ശരിയാണ്. കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ ആശയത്തിൽ അത് ശരിയാണ്. കർത്താവ് അടുത്തിരിക്കുന്നു. ഗോഡ് ഈസ് നിയർ, ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അല്ല, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഗോഡ്സ് കമ്മിങ്, ലോർഡ്സ് കമ്മിങ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. രണ്ടും ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ അതിൽ തനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ കാരാഗ്രഹത്തിൽ യേശു എൻ്റെ കൂടെ ഉണ്ട്. ഈ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെയുണ്ട്. സന്തോഷമുണ്ടോ? ഈ രോഗത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെയുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അതിൽ പരം സന്തോഷിക്കാൻ വേറെ എന്ത് വേണം? രണ്ട്, ഇന്നത്തെ ത്യാഗങ്ങളും കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഒരു വിഷയമല്ല. എൻ്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ വേഗം കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെടും. ഇന്ന് ഞാൻ ഇവിടെ അധ്വാനിച്ചതിനെല്ലാം അവിടെ ഞാൻ കൊയ്ത്ത് കാണും, കതിരുകൾ കാണും. ഞാൻ സുവിശേഷീകരണം നടത്തിയതിന് ആത്മാക്കളെ ഞാൻ അവിടെ കാണും. ഇവിടെ ഞാൻ അധ്വാനിച്ചതിന് സ്വർഗീയ പ്രതിഫലം എനിക്ക് അവിടെ ലഭിക്കും. അപ്പൊ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിൽ സന്തോഷം. ഹല്ലേലൂയ. പിന്നെ പൗലോസിന്റെ സന്തോഷത്തിന്റെ അടുത്ത കാരണം തുടർന്നുള്ള 4-ാം അധ്യായത്തിലെ പിന്നീടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു. ഫിലിപ്പിയ സഭയെ പോലുള്ളവർ നിങ്ങൾ ഇങ്ങനെ കൂട്ടായ്മ കാണിച്ചല്ലോ, എനിക്ക് പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. സുവിശേഷീകരണത്തിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ സഭയിൽ നിന്ന് ആൾക്കാരെയൊക്കെ അയച്ച് ഇടയ്ക്ക് എന്നെ കാണാൻ വരികയും സാമ്പത്തിക സഹായം നൽകുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കത് മതി. ഐ ആം സോ ഹാപ്പി. ഹല്ലേലൂയ. അപ്പോ ലേഖനത്തിലെ അതിപ്രധാനവും രണ്ടാമത്തേതുമായ വിഷയമാണ് നമ്മൾ കണ്ടത്, സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർന്ന് തന്നെ ആ 4 ഞാൻ എഴുതിയിരിക്കുന്നത് 4-ാമത്തെ വിഷയമല്ല, ഈ 2-ാമത്തെ വിഷയത്തിലെ 4-ാമത്തെ പോയിന്റ് അത് ഇച്ചിരി ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് താക്കോൽ വാക്യം ആയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ആദ്യമായി പഠിച്ച സോങ്സിൽ ഒന്നാണ് റിജോയ്സ് ഇൻ ദ ലോർഡ് always and again I say rejoice. വീണ്ടും അടുത്തുണ്ടായിരുന്നെങ്കിൽ കീബോർഡ് വായിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാമായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എളുപ്പമാണ്. ഒരു വാക്യം കൂടെ പഠിക്കുകയാണ്. Rejoice in the Lord always and again I say rejoice. Rejoice, rejoice and again I say rejoice. Rejoice, rejoice and again I say rejoice. Rejoice in the Lord always and again I say rejoice. Praise the Lord. ആമേൻ. വളരെ ഈസി അല്ലേ? ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക, സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. ദാറ്റ് ഈസ് ദ കീ വേർഡ്സ് ഓഫ് ദി എപ്പിസ്റ്റിൽ. ഫിലിപ്പിയൻസ് 4:4, ചാപ്റ്റർ 4:4. ആമേൻ ഈസ് ദ കീ വേർഡ്സ്. 4:4 ഫിലിപ്പിയ ലേഖനത്തിന്റെ താക്കോൽ വാക്യം. 3-ാമത്തെ ലേഖനത്തിൽ കാണുന്ന മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് വരാം. 3-ാമത്തെ പ്രധാന വിഷയം ഇറ്റ് ഈസ് സെൽഫ് സാക്രിഫൈസ് ആണ്, സ്വയ ത്യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വയ ത്യാഗം. ഹല്ലേലൂയ. സ്വയത്യാഗത്തിന് പൗലോസ് അപ്പോസ്തലൻ ഒരു മാതൃക ഇവിടെ കാണിച്ചു തരുന്ന നമുക്ക് കാണാൻ കഴിയും. അത് യേശുവിനെ തന്നെയാണ്. 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ ദ ഫേമസ് കെനോസിസ് ഓർ കെനോട്ടിക് പാസേജ് എന്ന് പറയുന്ന ആമേൻ ഭാഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ചാപ്റ്റർ 2:5-6. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
ദാസരൂപം എടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശു താൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സ്വയം ത്യജിച്ചു. സെൽഫ് സാക്രിഫൈസ്. ഹി ഡിനൈഡ് ഹിംസെൽഫ്. തന്നെത്താൻ യേശു ത്യജിച്ചു. ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹീസ് ബീങ് ഗോഡ്. ഹിസ് ബീങ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമായിരിക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് സമൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തോട് സമൻ ദൈവം മാത്രം. ഹല്ലേലൂയ. ബീങ് ഗോഡ്, കർത്താവ് എന്ത് ചെയ്തു? ഹി ഡിനൈഡ് ഹിംസെൽഫ്. ഹി കെയിം ഡൗൺ. പ്രൈസ് ദി ലോർഡ്. ഹി ടുക്ക് ദ സർവന്റ്ഹുഡ്. ദാസത്വം എടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോ സ്വയത്യാഗത്തിന് മാതൃക കാണിച്ചു തരികയാണ് യേശുവിന്റെ മാതൃക. ഒന്ന്. രണ്ട്, പൗലോസ് അപ്പോസ്തലൻ തന്നെ അവരുടെ മുന്നിൽ ഒരു മാതൃകയാക്കി കാണിക്കുകയാണ്. ചാപ്റ്റർ 3 വേഴ്സസ് 3 to 8. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. ഇതെല്ലാം പൗലോസ് പറയുക. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അവൻ ഇവിടം വരെ തൻ്റെ ഈ ലോകത്തിൽ തനിക്ക് പുകഴാൻ വേണമെങ്കിൽ, ഇഫ് ഐ വാണ്ട് ടു ബോസ്റ്റ് മൈസെൽഫ്, എന്നെ തന്നെ പ്രശംസിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ എനിക്ക് പറയാം. ഇത്രത്തോളം പറയാൻ ഈ തന്റെ കാലഘട്ടത്തിൽ വേറെ ആരുമില്ല. തന്റെ കണ്ടംപററി ആയിട്ടുള്ള ആർക്കും ഇത്രമേൽ പുകഴാനായിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത്രയും എഴുതിയത് ഇത്രയും കൊണ്ട് തീരുന്നതുകൊണ്ടല്ല, നീ ഒരുപാടുണ്ട്. പൗലോസിനെ കുറിച്ച് പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത് ഭയങ്കര സമ്പന്നനായിരുന്നു എന്നാണ്, കോടീശ്വരനായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അറിവ്, പൗലോസിന്റെ അറിവ് എബ്രായ സാഹിത്യത്തിൽ മാത്രമല്ല, സ്ക്രിപ്ചേഴ്സിൽ മാത്രമല്ല, മറ്റ് ഗ്രീക്ക് ഫിലോസഫിയിൽ, അതുപോലെ ഗ്രീക്ക് ലിറ്ററേച്ചറിൽ ഒക്കെ ഉള്ള അസാധാരണമായ അറിവ്. കുറഞ്ഞത് 3 ഭാഷ വളരെ ഈസിയായി എഴുതാനും സംസാരിക്കാനും പ്രസംഗിക്കാനും. അന്നത്തെ പണ്ഡിതന്മാർക്ക് പോലും, ജൂയിഷ് സ്കോളേഴ്സിന് പോലും ഹീബ്രുവിൽ പ്രസംഗിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഹീബ്രു അക്കാലത്തിൽ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അരാമായിക്ക് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഗ്രീക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇന്നത്തെ വിശ്വഭാഷ എന്നപോലെ വേൾഡ് ഗ്ലോബൽ ലാംഗ്വേജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഗ്രീക്കിൽ മാത്രമല്ല, അരാമായിക്കിലും ഹീബ്രുവിലും നല്ല പ്രാവീണ്യം, പ്രസംഗിക്കാൻ പോലുമുള്ള പാഠമുണ്ടായിരുന്ന ബഹുഭാഷാ പണ്ഡിതനായിരുന്ന, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറയാനുള്ള പൗലോസ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ. 8-ാം വാക്യം, അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ആമേൻ. യേശുവിനെ എത്രത്തോളം കൂടുതലായി അറിയുമോ അത്രത്തോളം നമ്മുടെ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് കൂടിക്കൊണ്ടിരിക്കും. How much more we know Christ, that much more we will become more humble. Hallelujah. കൂടുതൽ നാം താഴ്മയുള്ളവരായിക്കൊണ്ടിരിക്കും. അപ്പോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ, യേശുവിനെ ഓർത്താൽ മതി. സ്വർഗം വിട്ടിറങ്ങി വന്ന കർത്താവിനെ ഓർത്താൽ മതി. ഈ പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം ഉള്ളത് കൊണ്ട് പൗലോസ് പറയുക, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. ഐ തിങ്ക് എവ്രിതിങ് ആസ് നത്തിങ് ദാറ്റ് വാസ് ബെനഫിഷ്യൽ ഫോർ മീ. എനിക്ക് ഗുണമായിരുന്നത്, ലാഭമായിരുന്നത് ഒക്കെ ഞാൻ ചപ്പെന്ന്, ചവറന്ന്, ഡങ് എന്ന് എണ്ണുന്നു എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലെ പൗലോസിന്റെ പ്രസ്താവന തന്റെ സ്വയത്യാഗത്തെ മറ്റൊരു തലത്തിലൂടെ കാണിച്ചു തരികയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. For to me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നതിന്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒറ്റ ആശയമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശുവിനായി. ഹല്ലേലൂയ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാലും ക്രിസ്തുവിനായി. പ്രൈസ് ദി ലോർഡ്.
ജീവിക്കുന്നത്. ക്രിസ്തു മരിച്ചാൽ അത് തനിക്ക് ലാഭം. ഹല്ലേലൂയ. പൗലോസിന്റെ മാതൃകയെക്കുറിച്ച് പിന്നെയും നമ്മൾ പഠിക്കുമ്പോഴേക്കും തിമോത്തിയോസിനെ കുറിച്ചുള്ള തന്റെ പ്രസ്താവന നോക്കുമ്പോൾ 2:19-20 വാക്യങ്ങളിൽ ആമേൻ 20ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായ എനിക്ക് മറ്റാരുമില്ല. തിമോത്തിയോസിനെ കുറിച്ചായി പറയുന്നത് പരമാർത്ഥതയുള്ളവൻ. തിമോത്തിയോസിന്റെ കുറിച്ചുള്ള തന്റെ പ്രസ്താവന ആമേൻ തന്റെ മറ്റൊരു മാതൃകയ്ക്ക് കാര്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇനി ആമേൻ മൂന്നാമതായിട്ട് ഒന്ന് നമ്മൾ കണ്ടു, സ്വയത്യാഗം എന്നുള്ള വിഷയമാണ് ഈ ലേഖനത്തിലെ പ്രധാന വിഷയം എന്നതിൽ നമ്മൾ കണ്ടു. ഒന്ന് യേശുവിന്റെ മാതൃക, 2 പൗലോസ് അപ്പോസ്തലന്റെ സ്വന്തം മാതൃക, 3 ഫിലിപ്പ്യരെ കൊരിന്ത്യർക്ക് മാതൃകയായി ഉപയോഗിക്കുന്നതും ആ ഫിലിപ്പ്യ സഭയിലെ ദൈവമക്കളുടെ മഹാത്യാഗവും. ഹല്ലേലൂയ. ആമേൻ. അപ്പോ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ഈ ഫിലിപ്പ്യയിലുള്ളവർ കാണിച്ചു തന്ന മാതൃക നിങ്ങൾ കണ്ടോ? അവര് കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും അവര് സുവിശേഷീകരണത്തിന് കൈത്താങ്ങി എന്ന് പറയുന്ന മാതൃക. അപ്പോ ഫിലിപ്പ്യ സഭ അവർക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഞാന് ഈ മക്കതോന്യ സഭകളെ കവർന്ന്, മറ്റു സഭകളെ കവർന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഈ മാസിഡോണിയൻ ചർച്ചസിന് ഒത്തിരി ഉണ്ടായിട്ടല്ല, അവരെ കുറിച്ച് പറയുന്നത് അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും ദൈവവേലയ്ക്ക് വേണ്ടി ചെലവിട്ട് വന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടല്ല, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും അവർ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു. അവരുടെ അടുക്കൽ നിന്ന് പ്രതിനിധി അയച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്ങനെ ഒരു പദം പറയുന്നത്, കവർച്ച ചെയ്ത്, അവരെ കവർന്ന്, ആമേൻ, മോഷ്ടിച്ച് എന്നൊക്കെ പറയുന്ന പോലെ. എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിലാണ്, ആ ബുദ്ധിമുട്ടിനകത്ത് ഞാനും വീണ്ടും അവരെ ചെന്ന് ബുദ്ധിമുട്ടിച്ച്, അല്ലെങ്കിൽ അവര് സുവിശേഷ വേല നിമിത്തം അവർ സന്തോഷത്തോടെ കൊടുത്തതാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലന്റെ ആംഗിളിൽ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പോ ത്യാഗത്തിന്, സ്വയത്യാഗം, നമ്മൾ സ്വയം ത്യജിക്കുന്ന, സെൽഫ് ഡിനൈ ചെയ്യുന്നവരാവുക എന്നുള്ളതിന് 3 മാതൃകകൾ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചു തരുന്നു. അത് ഈ ലേഖനത്തിന്റെ 3ാമത്തെ ആമേൻ വലിയ തീമായി നമുക്ക് കാണാം. ഇനി ആമേൻ 4th ആൻഡ് ഫൈനലി 4ാമത്തെ ഈ ലേഖനത്തിന്റെ വലിയ തീം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തിലൂന്നിയ പ്രബോധനങ്ങളാണ്. പൗലോസ് അപ്പോസ്തലന്റെ the exhortations based or on the basis of the divine love, agape, ദൈവസ്നേഹത്തിലൂന്നിയ പ്രബോധനങ്ങളാണ് ഈ ലേഖനത്തിലെ മറ്റ് പ്രധാന വിഷയങ്ങളിൽ 4ാമത്തേത്. ഒന്ന്, നമ്മൾ കാണുന്നു ഐക്യതയ്ക്കായുള്ള പ്രബോധനം. ദൈവസ്നേഹം ഉണ്ടെങ്കിലേ യൂണിറ്റി ഉണ്ടാകും. ഹല്ലേലൂയ. ഞങ്ങൾ പണ്ട് VBSനൊക്കെ സൺഡേ സ്കൂൾ റാലിയൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ സ്ലോഗൻ, മുദ്രാവാക്യം വിളിക്കുമായിരുന്നു. വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്, ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം നന്നാവൂ. പ്രൈസ് ദി ലോർഡ് എന്ന് വിളിക്കുമായിരുന്നു. നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം നന്നാവൂ ആമേൻ എന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പോ ആമേൻ, ഐക്യത ഉണ്ടാകണമെങ്കിൽ ദൈവസ്നേഹം വേണം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ 2 വ്യക്തികൾ തമ്മിലുള്ള അസ്വസ്ഥതകളെ നിങ്ങളത് മറന്ന് ക്രിസ്തുവിലേക ചിന്തയോടിരിക്കുക എന്നവരെ പ്രബോധിപ്പിക്കുന്നു. പിന്നെ വിവേകവും പ്രവൃത്തിയിലെ സ്ഥിരതയും അനുസരണത്തിലെ വിശ്വസ്തതയും മൂലം ക്രിസ്തീയ പക്വതയിലേക്കുള്ള, അല്ലെങ്കിൽ ഗ്രോ ടുവേർഡ്സ് ദ മെച്യൂരിറ്റി ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദി വിസ്ഡം ആൻഡ് കൺസിസ്റ്റൻസി, ദെൻ ത്രൂ ദി ഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. thus you can grow into the maturity in Christ. ക്രിസ്തുവിലെ മെച്യൂരിറ്റിയിലേക്കുള്ള, പക്വതയിലേക്കുള്ള വളർച്ചയ്ക്കായുള്ള പ്രബോധനം. പ്രൈസ് ദി ലോർഡ്. പിന്നെ 3ാമതായി അദ്ദേഹം സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുകയാണ്. മറ്റു പലയിടത്തും പ്രശ്നം ഉണ്ടാക്കി യഹൂദ മതാനുസാരികൾ, ദ റിലീജിയസ് പീപ്പിൾ ഓർ the people who are following the religion may come to your place, come at you to make issues. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ നിങ്ങളുടെ അടുത്തും വരാം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ വരാം. ഹല്ലേലൂയ. പിന്നെയും അദ്ദേഹം പ്രബോധിപ്പിക്കുന്നു, ഈ കണ്ടിന്യൂസ് ദി എക്സോർട്ടേഷൻ, ലൈക്ക് put your hope in Jesus Christ and may your heart be holy. Then continue whatever you have learned from me. എന്നിൽ നിന്ന് പ്രാപിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തത് മാതൃകയാക്കിക്കൊണ്ട് അതിനെ പിന്തുടരുക, അതിൽ നിലനിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് വരുന്നത് വരെ ദൈവകൃപയിൽ നിലനിന്നോളണം.
ഹല്ലേലൂയ. പുറകോട്ട് പോകരുത്, പിന്മാറരുത്. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും കൃപയിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഇതാണ് സ്നേഹത്തോടെ അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. 4 പ്രധാന വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഫിലിപ്പിയ ലേഖനത്തിലുള്ളത് ചിന്തിച്ചത്. ഈ 4 കാര്യങ്ങൾ നമുക്ക് ലേഖനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഉതകുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായി ക്രിസ്തുവിൽ വളരാൻ ഉതകുന്നതായി തീരട്ടെ. ഈ വചനം കേട്ട, ശ്രവിച്ച, വചന പഠനത്തിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.